ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഫറാസ് ടോപ്പ് 1 എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഫിഷ് കറിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിനു മുമ്പായി ആരെങ്കിലും പുതുതായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, പുളി, തേങ്ങ ചിരകിയത്, വലിയ ഉള്ളിയുടെ പകുതി മതി കേട്ടോ. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2-3 പച്ചമുളക്, കറിവേപ്പില, തക്കാളി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് കറി കൂട്ടാനാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക് അരിഞ്ഞു വെച്ചത് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയാണ്. അത് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1-1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അത് ഒരു 1-1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകപ്പൊടിയാണ്. അത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവേ. പിന്നെ വേണ്ടത് ഉപ്പാണ്, ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളി നന്നായിട്ട് ഉടച്ച് വെച്ചതാണിത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വെള്ളമാണ് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലെ ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പാത്രം വെച്ചു കൊടുക്കാം കേട്ടോ. കറി തിളയ്ക്കാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരിച്ചിട്ട് വരാം കേട്ടോ. തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ കറി ഇതാ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കഴുകി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അയില മീനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്കിതിൽ മീനിട്ട് കൊടുത്ത സമയം തന്നെ നമുക്കിതിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാവേ. ഇനി ഇതിലേക്ക് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ. അപ്പം കറിക്ക് നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് വറവെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വറുത്ത എണ്ണ നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാവേ. ഇത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മുടെ ഒരു കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.